എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ മാധുരയോട് അവനോട് വളരെ സ്ട്രോങ്ങില് ഒക്കാകെ ആന്റി പറയും, നീ എന്നെ വെറും ഒരു സാധാരണക്കാരിയായി മാത്രമല്ലേ കണ്ടിട്ടുള്ളത്. പക്ഷേ നിനക്കറിയാത്ത ഒരു സുനൈറുണ്ട്. മെഡിക്കൽ ഗെഞ്ചിപ്സുവില് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞു. മെഡിക്കൽ ലോ അത് മുഴുവനും പഠിച്ച് അതിന്റെ ഓരോ വഴികളിലൂടെയും പോയവളാണ് ഞാൻ. നിനക്ക് മെഡിക്കൽ ലോയിന്റെ എന്തെങ്കിലും നിയമങ്ങൾ കറക്റ്റായിട്ട് അറിയോ? അതിലൊന്നാമത്തത്, ഏതെങ്കിലും ഒരു പേഷ്യന്റ് അവൻ മരണത്തോട് മല്ലടിക്കുന്ന ആ നേരത്ത് പോലും ഒട്ടും വിട്ടുകൊടുക്കാതെ അവന്റെ ജീവൻ അത് തിരികെ പിടിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത്, ഒരിക്കലും ഫൈറ്റ് ചെയ്യാനായിട്ട് മെഡിക്കൽ നിഞ്ചകള് ആദ്യമേ എടുത്തു ചാടാൻ പാടില്ല. സ്വന്തം ടീംമേറ്റ്സിന് വരുന്ന പരുക്കുകള് അത് ഹീൽ ചെയ്തുകൊണ്ട് ഒരു ബാക്കപ്പായി നിൽക്കണം. അവസാനം മാത്രമേ അവർ ഫൈറ്റിനായി കളത്തിനിറങ്ങൂ. ഈ കാര്യങ്ങൾ തന്നെയാണ് എന്റെ ശിഷ്യർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരേ ഒരു കാര്യമുണ്ട്, 100 സീലിംഗ് ജിപ്സു അത് പഠിച്ചവർക്ക് ഇതൊന്നും ബാധകമല്ല. അത് കേട്ട് ഇപ്പൊ എല്ലാവരും ഷോക്കാവും. ഒക്കാകെ ആന്റി പറയും, ഇതൊരു ഫോർബിഡൻ ജിപ്സു ആണ്, എനിക്ക് മാത്രം അറിയാവുന്ന ഒരേ ഒരു ഫോർബിഡൻ ജിപ്സു. സോ എനിക്ക് എപ്പോ വേണമെങ്കിലും ബാറ്റിലിനിറങ്ങാം എന്ന് പറഞ്ഞ് അവള് കൈ ചുരുട്ടി പിടിച്ച് മാധുരയ്ക്ക് നേരെ എടുത്ത് ചാടും. ഒക്കാകെ ആന്റി ക്ലോസ് എത്തുമ്പോ ഇപ്പൊ മാധുര അവൻ സുസാനെ ക്രിയേറ്റ് ചെയ്യും. ഹൊക്കാകെ ആന്റി സുസാനയുടെ നെഞ്ചിൽ തന്നെ ഒരൊറ്റ ഇട്ടി കൊടുക്കും. ആ ഒരു ഇട്ടിയില് സുസാന അതിന്റെ ബോഡിയില് ഇപ്പൊ ക്രാക്സ് വീഴാനായിട്ട് തുടങ്ങും. ഉടനെ മാധുര അവന്റെ ഫയർ പവർ വെച്ച് ഹൊക്കാകെ ആന്റി അറ്റാക്ക് ചെയ്യും. അത് കണ്ട മിസുകാക ആളുടെ വാട്ടർ പവർ ഉപയോഗിച്ച് സുസാനയെയും മാധുരയും അവർ രണ്ടുപേരെ ലോക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. ഇനി ഞങ്ങളുടെ ഊഴമാണെന്ന് പറഞ്ഞ് ഇപ്പൊ അപ്പുപ്പ ഹൊക്കാകെയും റേക്കാകെയും അവർ രണ്ടുപേരും ചേർന്ന് സുസാനയുടെയും മാധുരയുടെയും ദേഹത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയില് സുസാന തകരാനായിട്ട് ആരംഭിക്കും. അവസാനായിട്ട് ഹൊക്കാകെ ആന്റി അവളൊരൊറ്റ ചവിട്ട് കൊടുക്കും. ആ ചവിട്ടില് സുസാന തകർന്ന് തരിപ്പണാവും. മാധുരയ്ക്ക് കലി കേറി കേറി വരും. മാധുര അവൻ ഫസ്റ്റ് ഹൊക്കാഗെയോട് പറയും, നിന്റെ സെൽസ് അത് വീണ്ടും വീണ്ടും എനിക്ക് 8ന്റെ പണി തരാണ്. അതുകൊണ്ട് ആദ്യം നിന്റെ പേരമകളെ ഞാൻ കൊല്ലും. അതിനുശേഷം ബാക്കി കാകാസിനെ, എന്റെ ലിറ്റിൽ ബ്രദർ, അവന്റെ കണ്ണും പവറുമാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരിക്കലും വേസ്റ്റ് ആവാൻ ഞാൻ അനുവദിക്കില്ല. നീ നിന്റെ ബ്രദർ അവൻ മരിച്ചതിന് റിവെഞ്ച് എടുക്കാനല്ലേ ഇവിടേക്ക് എത്തിയത്. നിന്നെ പോലെ തന്നെ എനിക്കും എന്റെ ബ്രദർ ഇമ്പോർട്ടന്റ് ആണ്. കട്ട് ചെയ്ത ചോസ അവൻ ഡാണിനോട് ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയും. അപ്പൊ അതേസമയം ഹൊക്കാഗെ ആന്റി ആള് മാധുരയെ അറഞ്ചം പുറഞ്ചം തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ ഗാറ അവന്റെ മൺ പിരമിഡ് അത് ക്രിയേറ്റ് ചെയ്ത് മാധുരയെ മുഴുവനായിട്ടും സീൽ ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. മാധുര അവന്റെ സുസാന അതിനെ ഉപയോഗിച്ച് ഭൂമിയുടെ അടിയിൽ നിന്ന് ഇപ്പൊ ഹൊക്കാഗെ ആന്റി അറ്റാക്ക് ചെയ്യും. അപ്പോഴായിരിക്കും മാധുര പറയാ, നിങ്ങൾ ഇത്ര നേരവും കഷ്ടപ്പെട്ട് സീൽ ചെയ്തത് ഹാസരാമയുടെ വുഡ് സ്റ്റീലാണ്. കട്ട് ചെയ്ത ഡാൺ പറയും, ഒരിക്കലും മാധുരയെ നിങ്ങൾ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അവനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവനെ റിയാനിമേഷൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ആളെ അവനെ വേണം നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യാൻ. നിങ്ങൾ വിചാരിക്കും പോലെ മാധുര അവൻ അത്ര സിമ്പിൾ അല്ല, വളരെ പവർഫുൾ ആണ്. 5 അല്ല 10 കാകാസ് ഒന്നിച്ചെന്ന് ഫൈറ്റ് ചെയ്താലും അവൻ അത്ര എളുപ്പത്തില് സീൽ ചെയ്യാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്ത ഇപ്പൊ ഹിറ്റാച്ചി അവനാണെങ്കില് വമ്പ സ്പീഡിൽ മുൻപോട്ട് കുതിച്ചു പായും. ഹിറ്റാച്ചിയുടെ പിന്നാലെ തന്നെ ഇപ്പൊ സാസുക അവൻ വീണ്ടും വീണ്ടും ഹിറ്റാച്ചിയെ വിളിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഹിറ്റാച്ചിയെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴേക്കും ഹിറ്റാച്ചി അവൻ ഒരുപാട് കാക്കകളെ ക്രിയേറ്റ് ചെയ്ത് സാസുകയെ ഡിസ്ട്രാക്ട് ചെയ്ത് അവന്റെ ദശ തിരിപ്പിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റും. ആ ഗ്യാപ്പിൽ ഹിറ്റാച്ചി അവൻ മറ്റൊരു വഴിയിലൂടെ വളരെ വേഗം മുൻപോട്ട് പോകും. കട്ട് ചെയ്ത ഹിറ്റാച്ചി അവൻ അല്പസമയം കഴിയുമ്പോഴേക്കും കബൂട്ടോടെ ഹൈഡ് ഔട്ടിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഹിറ്റാച്ചി അവന്റെ സുസാനോ അതിനെ ഉപയോഗിച്ച് കബൂട്ടോടെ ഹൈഡ് ഔട്ട് അത് തല്ലി തകർത്ത് കബൂട്ടോടെ തൊട്ടു മുൻപിലേക്ക് അങ്ങനെ സ്റ്റൈലായിട്ട് വരും. കബൂട്ടോ പറയും, ഞാൻ പ്രതീക്ഷിച്ചതാണ് നീ എന്നെ തേടി എന്റെ അടുത്തേക്ക് വരുമെന്ന്, പക്ഷെ ഇത്രയും പെട്ടെന്ന് നീ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. കബൂട്ടോ പറയും, നിനക്കൊരു കാര്യം അറിയോ, നീ എന്നെ കൊന്നാലും ഈ ഒരു റിയാനിമേഷൻ ചിപ്സു അത് സ്റ്റോപ്പ് ആവില്ല. അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്, നിന്നെ കൊണ്ട് എന്നെ കൊല്ലാനും കഴിയില്ല. ഞാൻ മനസ്സ് വെച്ചാൽ, ഞാൻ തീരുമാനം എടുത്താൽ മാത്രമേ ഈ ഒരു റിയാനിമേഷൻ ചിപ്സു അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ സാസുക അവൻ ആ കാക്കകളെയെല്ലാം അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ഹിറ്റാച്ചിയെ ഫോളോ ചെയ്ത് കബൂട്ടോയുടെ അടുത്തേക്ക് വരും. കബൂട്ടോയെ കണ്ട് ഷോക്കായി ഇപ്പൊ സാസുക ചോദിക്കും, ഒറോച്ചിമാറു നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതിന് കബൂട്ടോ പറയും, ഞാൻ ഒറോച്ചിമാറു അല്ല, സാക്ഷാൽ കബൂട്ടോ ആണ്. സാസുകയാണെങ്കില് അത് കേട്ട് ഫ്രീസായിട്ട് നിൽക്കും. അപ്പൊ ഹിറ്റാച്ചി അവൻ പറയും, ഞാൻ ഇവിടേക്ക് വന്നത് ഈ കബൂട്ടോയെ തടഞ്ഞ്
അവന്റെ റിയാനിമേഷൻ ജിപ്സു അത് ബ്രേക്ക് ചെയ്യാനാണ്. കബൂട്ടോ പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാനും ആ ടോബിയും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു ടീമാണ്. ഞങ്ങൾ ഒന്നായപ്പോ ആ 5 നേഷൻസ് അവരും ഒന്നായി അലൈൻഡ് ഷിനോബി ഫോഴ്സിനെ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ ഫോഴ്സും അവരുടെ അലൈൻഡ് ഷിനോബി ഫോഴ്സും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായാലും ഈ ഒരു യുദ്ധത്തിനൊടുവിൽ ഞങ്ങൾ തന്നെ ജയിക്കും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അത് കേട്ട് സാസുക അവൻ ഉറപ്പിച്ചു പറയും, ഒരു കാരണവശാലും ഫൈക്ക് ആകാശിനെ തോൽപ്പിക്കാൻ മാതൃക്കാവില്ല. നിങ്ങളുടെ ടീമിനെ അലൈൻഡ് ഷിനോബി ഫോഴ്സ് ഉറപ്പായിട്ടും ഡിഫീറ്റ് ചെയ്യും. അത് കേട്ട് കബൂട്ടോ ചിരിക്കും. കബൂട്ടോ പറയും, ഞങ്ങളുടെ 1,00,000 സോൾജേഴ്സിനെ നീ കണ്ടോ? 1,00,000 വൈറ്റ് സെറ്റ്സുകളെ ഞങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് യുദ്ധത്തിന് അയച്ചു കഴിഞ്ഞു. മാത്രമല്ല റിയാനിമേഷനിലൂടെ മരിച്ചുപോയ ഒരുപാട് കാഗാസിനെയും മറ്റു പവറുള്ള ഷിനോബികളെയും സെനിയൻസിനെയും ഒക്കെ തന്നെ ഞാൻ തിരികെ കൊണ്ടുവന്നു. അവരൊക്കെ ചേർന്നാണ് എന്റെ ഈ ഒരു ടീമിനെ നയിക്കുന്നത് പോലും. മാത്രമല്ല നിന്റെ ബ്രദർ ആളെപ്പോലും ഞാൻ റിയാനിമേഷനിലൂടെ കൊണ്ടുവന്നതാണ്. ഇതിന്റെ എല്ലാം മാസ്റ്റർ പ്ലാന് അല്ലെങ്കിൽ മാസ്റ്റർ ബ്രെയിൻ ആ മാതൃയാണ്. മാതൃയ്ക്ക് ഈ ലോകത്തോടുള്ള വെറുപ്പ് അതാണ് ഈ ഒരു വലിയ വാറിലേക്ക് ഞങ്ങളെ ഈസി ആയിട്ട് നയിച്ചത്. പ്രോജക്ട് സുക്കിനോമി അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ മൊത്തം വേൾഡിനെയും ഞങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരും. അത് ആ 10 ടൈലിനെ ഉപയോഗിച്ച് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. എല്ലാ മോൺസ്റ്റേഴ്സിനെയും ഓൾറെഡി ഞങ്ങൾ കണ്ടുപിടിച്ചു. 8th ടൈലും ആ 9th ടൈലും അവർ രണ്ടുപേരുമാണ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി നടക്കുന്നവര്. ആക്ച്വലി അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ ഈ ഒരു വാറ് അതുപോലും നടക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ മാധുരയെ കാണിക്കും. അവനാണെങ്കില് ഇപ്പൊ അടുത്ത കാഗയെ നശിപ്പിക്കാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഹൊക്കാഗെ ആന്റി ആളവന്റെ ജിപ്സു പവർ അതൊക്കെ തകർത്ത് പുറത്തേക്ക് എടുത്തു ചാടി അവളുടെ വെപ്പൻ ഉപയോഗിച്ച് ആ സുസാനെ വെട്ടിയെറിയ. അത് കണ്ട് മാധുര ഒരുപാട് ശുരീങ്കൻ അവൾക്ക് നേരെ വലിച്ചെറിയും. അത് അറഞ്ചം പൊറഞ്ചം അവളുടെ ബോഡിയിൽ കൊണ്ട് ചോര ചീറ്റിത്തെറിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ അത് തനിയെ ഹീലാവാൻ തുടങ്ങും. അവന് മനസ്സിലാവും ആസിരാമയുടെ അതേ പവറാണ് ആളുടെ കൊച്ചുമോളായ ഹൊക്കാഗയ്ക്കും കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇവളത്ര നിസ്സാരക്കാരി അല്ല. ഇവിടെ ഹൊക്കാഗെ ആന്റി ആള് ചോദിക്കും, നിനക്കിപ്പോ ചെറുതായിട്ട് പേടി തോന്നുന്നില്ലേ? അതുകൊണ്ടല്ലേ എന്റെ ഗ്രാൻഡ് പേയുടെ ആ ഒരു വുഡ് ജിപ്സ് തന്നെ ഞങ്ങൾക്ക് നേരെ നീ പ്രയോഗിച്ചത്? ഞങ്ങൾ 5 പേരുണ്ട്, നീ വെറും ഒരേ ഒരാൾ മാത്രമാണ്. ഞങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും നിന്നെ തോൽപ്പിക്കാൻ കഴിയും. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ മാതൃ അവൻ 5 വുഡ് ക്ലൗൺസിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. മാതൃ ചോദിക്കും, ഇപ്പൊ നമ്മുടെ റേഷ്യോ അത് കറക്റ്റ് ആയില്ലേ? ഓരോ കാഗാസിനും 5 മാതൃകള് റെഡിയാണ്. ഇനി ഇവർക്ക് സുസാന പവർ കൂടെ ഞാൻ കൊടുക്കണോ ചോദിച്ച് അവൻ പൊട്ടിച്ചിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കബൂട്ടോയെ കാണിക്കും. അവൻ നടന്ന എല്ലാ കാര്യങ്ങളും സാസുകയോടും ഹിറ്റാച്ചിയോടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഹിറ്റാച്ചി, നിന്റെ കാര്യത്തില് എനിക്ക് തെറ്റുപറ്റി. എന്റെ ഈ ഒരു ജിപ്സു അത് നിന്നെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ ഇത്ര എളുപ്പത്തിൽ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹിറ്റാച്ചി പറയും, മരിച്ചവരെ തിരികെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എത്രയോ ബാഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിനക്കറിയോ? എന്നോട് മാത്രമല്ല ഒരുപാട് ആൾക്കാരോട് നീ ഇതേ തെറ്റ് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കബൂട്ടോ അവൻ സാസുകയോട് ചോദിക്കും, നമ്മൾ രണ്ടുപേരും ഒരേ മാസ്റ്ററിന്റെ അടുത്താണ് ട്രെയിനിങ് എടുത്തത്. നിന്റെ അച്ഛനെയും അമ്മയെ അടക്കം ആ ഉച്ചിഹ ക്ലാൻ അത് തകർത്തില്ലാതാക്കിയവനാണ് നിന്റെ ചേട്ടൻ ഹിറ്റാച്ചി. നിന്റെ ഏറ്റവും വലിയ ശത്രു അത് ഇവനല്ലേ? സോ നമുക്ക് 2 പേർക്കും ചേർന്ന് ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാം. അത് കേട്ട് സാസുക അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എന്റെ ബ്രദറിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്ത് കബൂട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. അതിന് ഹിറ്റാച്ചി പറയും, അയ്യോ വേണ്ട വേണ്ട, അവൻ അറ്റാക്ക് ചെയ്യരുത്. ഇൻ കേസ് അവൻ മരണപ്പെട്ടാൽ ഈ റിയാനിമേഷൻ ജിപ്സു അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. നീ പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ സുക്കിനോമിയിലേക്ക് ഞാൻ ഇവനെ കൊണ്ടുപോകും. അതിനുശേഷം ഇവനെ ഞാൻ കൺട്രോൾ ചെയ്യും. ഉടനെ സാസുകയും ഹിറ്റാച്ചിയും അവർ 2 പേരും കബൂട്ടോയ്ക്ക് നേരെ ഫൈറ്റ് ചെയ്യാനായി വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.